ഷോൺ ജോർജ്, ജമാഅത്തെ ഇസ്ലാമി ഒരു പുതിയ അടവു നയം സ്വീകരിക്കുന്നു. മുഖം മിനുക്കൽ തന്ത്രത്തിലേക്ക് കടക്കുകയാണ്. പക്ഷേ നമുക്കറിയാം ഇവർ എത്രത്തോളം അപകടകാരികളാകും ഓരോ രാഷ്ട്രീയ പ്രവേശനത്തിലൂടെയും എന്നുള്ളത്. കാരണം തുടർന്നങ്ങോട്ടുള്ള ഭരണചക്രം തങ്ങളിലേക്ക് എത്തുക, അതിനു മുൻപ് ഒരു മുഖമിനുക്കൽ നടത്തുക, പിന്നീട് എവിടെയെല്ലാം ശക്തി കേന്ദ്രമാകാൻ സാധിക്കുമോ അവിടെയെല്ലാം ശക്തി കേന്ദ്രമാകുക, പിന്നീട് അവരുടെ പഴയ ആശയത്തിൽ കൂടെ തന്നെ മുന്നോട്ട് പോവുക. ഇത് തന്നെയല്ലേ ഉദ്ദേശിക്കുന്നത്? കാരണം താങ്കൾക്കറിയാം ഒരു രാഷ്ട്രീയത്തിൽ ഇവരുടെ സ്വാധീനം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് പല കൊലവിളി പ്രസംഗങ്ങളും ഈരാറ്റുപേട്ടയിൽ കണ്ടതാണ്. പി.സി. ജോർജിനെ അടക്കം ഇവർ മതത്തിന്റെ പേര് പറഞ്ഞ് തന്നെ ആക്രമിക്കുന്ന സാഹചര്യം നമ്മൾ പണ്ടും കണ്ടതാണ്. അതുകൊണ്ട് ഇവർ എത്രത്തോളം അപകടകരമായ ഒരു സാഹചര്യത്തിലേക്കായിരിക്കും രാഷ്ട്രീയ പ്രവേശനം നടത്തിക്കഴിഞ്ഞാൽ മുന്നോട്ട് പോവുക? ഞാൻ ഈ ആരിഫ് പറഞ്ഞ കാര്യം ഞാൻ ആവർത്തിക്കുകയാണ്. കൂടെ കിടന്നവനെ രാപ്പനെ അറിയാവും. 2016 SDP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിന്തുണ മേടിച്ച ആളാണ് പി.സി. ജോർജ്. അന്ന് 2000 വോട്ട് പോലും അവർക്ക് പുഞ്ഞാർ നിയമാനത്തില്ല. പക്ഷെ അവർ നമ്മൾ പിന്തുണ നൽകി. ഇപ്പം സ്വതന്ത്രമായി മത്സരിച്ച പി.സി. ജോർജ് ഇപ്പൊ പിണറായി വിജയനോ വി.ഡി. സതീശനോ മേടിക്കുന്നവരെ രഹസ്യമായി പിന്തുണയല്ല, പരസ്യമായി SDP പിന്തുണയുള്ള ജനപക്ഷ സ്ഥാനാർത്ഥി എന്ന് പോസ്റ്റർ അടിച്ചുകൊണ്ടാണ് ഞങ്ങൾ അന്ന് ഇലക്ഷനെ നേരിട്ടത്. വളരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ആദ്യത്തെ 2 വർഷക്കാലം, ആദ്യത്തെ 1 വർഷക്കാലം വളരെ നല്ല രീതിയിലുള്ള ബന്ധങ്ങളായിരുന്നു. പക്ഷെ അതിനുശേഷം ഒരു സമ്മർദ്ദ ഗ്രൂപ്പായി മാറുകയും അതായത് 161 വാർഡിലേക്ക് പോകേണ്ട MLA ഫണ്ട് പൂർണ്ണമായിട്ടും അവർക്ക് വേണം. മാത്രമല്ല അധികാര കേന്ദ്രങ്ങളിൽ എല്ലായിടത്തും അവരുടെ ആളുകളെ തിരികെ കയറ്റുവാനും അവരുടെ ആളുകളെ സ്ഥാപിക്കുവാനും ഒക്കെ വലിയ രീതിയിൽ പി.സി. ജോർജ് വഴി സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങി. അതിനുശേഷം ആണ് അഭിമന്യുവിന്റെ കൊലപാതകം ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള കാര്യം, കൊലപാതക രാഷ്ട്രീയത്തോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ അന്നു മുതൽ പി.സി. ജോർജിനെ എങ്ങനെ തകർക്കണം എന്ന് അവർ ചിന്തിച്ചു തുടങ്ങി. അതിനുശേഷം ഞാൻ പറയട്ടെ, 2016 ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ അവരുടെ സംസ്ഥാന സമിതിയിൽ ഔദ്യോഗിക ചർച്ചയ്ക്ക് പോയിരുന്ന ആളാണ്. 139 നിയോജക മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണയും ഒരിടത്ത് പി.സി. ജോർജിന് പിന്തുണയെന്നാണ് അന്ന് തീരുമാനിച്ചത്. അതുകൂടാതെ 2021 അവർ പൂർണ്ണമായി അവരെ തള്ളിപ്പറയുകയും അവരെ ഒരു കാരണവശാലും SDP പിന്തുണ എനിക്ക് വേണ്ട, രാജ്യസ്നേഹികളല്ലാത്തവരുടെ പിന്തുണ വേണ്ടെന്ന് പറഞ്ഞാണ് പി.സി. ജോർജ് 2021 സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്നത്. അന്ന് പി.സി. ജോർജിനെ തോൽപ്പിക്കാൻ ഏറ്റവും മുമ്പിൽ നിന്ന് SDP ആണ്. പക്ഷെ ഞാനിപ്പോൾ ഓർക്കുന്നത് കേരളത്തിന്റെ കഴിഞ്ഞ 2021 നിയമസഭാ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ 44 സീറ്റുകളിൽ SDP മത്സരിച്ചു. അതിൽ 33 വിജയിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. എന്നാൽ പൂഞ്ഞാറ് പോലെ SDP 10,000 വോട്ടെങ്കിലുമുള്ള പൂഞ്ഞാറ് പോലെയുള്ള സ്ഥലങ്ങളിൽ മത്സരിക്കാതെ വിട്ടുനിന്ന് എന്താണ് ആ വോട്ടും കൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ലഭിക്കണം എന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി കഴിഞ്ഞ 2 ടേം പിണറായി വിജയൻ ഇവിടെ ഭരിച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായും SDP പിന്തുണയോടുകൂടിയാണ് ഭരിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, അതാ 2023 കഴിഞ്ഞ് 24 വന്നപ്പോ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോ CPM എന്ത് ചെയ്തു? അത് തന്നെ കോൺഗ്രസ് അത് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്ന് ഓൾ ഇന്ത്യ തലത്തിൽ SDP ജമാഅത്തെ ഇസ്ലാമിയുടെയും പീഠമായി മാറിയിരിക്കുന്നു കോൺഗ്രസ്. അതായത് ഇവർക്ക്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, UP മുതൽ കോൺഗ്രസിന്റെ പാരമ്പര്യമുള്ള എത്രയോ ലോക്സഭാ മണ്ഡലങ്ങൾ ഉണ്ടായിട്ടും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി നോർത്ത് ഇന്ത്യ ജയിച്ചു, ശരിയാണ്. പക്ഷെ ജയിക്കും ഉറപ്പായിരുന്നെങ്കിൽ വയനാട്ടിൽ മത്സരിക്കേണ്ടായിരുന്നു. വയനാട് എന്നിട്ടും അവിടെ രാജിവെക്കാതെ ഇവിടെ രാജിവെച്ചത് വീണ്ടും വയനാട്ടിൽ നിന്നും ജയിക്കുമെന്ന് ഉറപ്പുള്ള. എന്താ വയനാട്ടിന്റെ പ്രത്യേകത? നമുക്ക് എല്ലാവർക്കും അറിയാം വയനാട്ടിന്റെ പ്രത്യേകത എന്താണെന്ന്. അപ്പോ ഇപ്പൊ ഇതിനെ പാലൂട്ടി വളർത്തി എങ്ങനെയും അധികാരത്തെ തിരിച്ചെത്താൻ വേണ്ടി അത് CPM കോൺഗ്രസും ഇന്ന് അതേ നിലപാട് തുടരുകയാണ്. അധികാരം പിടിച്ചെടുക്കുവാനായി രാജ്യവിരുദ്ധ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറെക്കുറെ അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മനസ്സിലായി തുടങ്ങി. അവരതിൽ നിന്നും തിരികെ നടക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇപ്പൊ കേരളത്തിലുണ്ടായിട്ടുള്ള രാഷ്ട്രീയ സംഭവവാസങ്ങൾ പലതും നടക്കുന്നത്. അപ്പോ ഇപ്പൊ അത് കോൺഗ്രസ് ഏറ്റുപാടുന്നു. ഓൾ ഇന്ത്യ തലത്തിൽ ഇവിടെ ന്യൂനപക്ഷ പ്രീണനം മാത്രം നടത്തിക്കൊണ്ട് അധികാരത്തെ തിരിച്ചെത്താനാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചത്. എന്നിട്ട് എന്തായി? അതും പരാജയപ്പെട്ടു. ഇപ്പൊ അവർക്ക് മനസ്സിലായി മതരാഷ്ട്രം എന്ന സങ്കല്പം ഒരിക്കലും നടക്കില്ല. പക്ഷെ ഇവിടെ ഇസ്ലാം സഹോദരങ്ങളെ സംഘടിപ്പിച്ചു നിർത്തി BJPക്കെതിരായി വികാരമുണ്ടാക്കി ഇവിടെ അധികാരത്തിൽ വരാൻ പോകുന്നു. ഇപ്പോ സ്വാഭാവികമായിട്ട് അവർ ചിന്തിക്കുന്നതാണ് SDP അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയും പോലെയുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെയും PFIയുടെയും രാഷ്ട്രീയ പോഷക സംഘടനകൾ ചിന്തിക്കുന്നത് ഈ അധികാരത്തിൽ വരാൻ പോകുന്നത് സ്വാഭാവികമായും UDF അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലം ഇതൊക്കെ കഴിഞ്ഞ പിണറായിക്കെതിരെയുള്ള ജനവികാരമൊക്കെ വെച്ച് UDF ചേർന്ന് നിന്നാൽ അവർ അധികാരത്തിൽ എത്തുമ്പോൾ അവിടെ സമ്മർദ്ദ ശക്തിയായി നിൽക്കാം. 10 വർഷക്കാലം പിണറായി വിജയന്റെ ഒപ്പം നിന്ന് ഇവിടെ സമ്മർദ്ദ ശക്തിയായി നിൽക്കുന്നു. ഇനി അധികാരത്തിൽ വരുന്ന ആരാണോ അവർക്ക് സമ്മർദ്ദ ശക്തിയായി നിൽക്കുകയും
BJP ഇവിടെ ഡിഫെൻഡ് ചെയ്യാൻ, കേരളത്തിലെങ്കിലും BJP ഡിഫെൻഡ് ചെയ്യാൻ എങ്ങനെ ആരുടെ കൂടെ നിൽക്കണം എന്നുള്ളതാണ് അവരുടെ ചർച്ച. ആ അടിസ്ഥാനത്തിലാണ് ഇവരുടെ ഈ മുഖം മിനുക്കലും ഈ രാഷ്ട്രീയ പ്രവേശനവും ഈ രാഷ്ട്രീയത്തിലേക്ക് ഇപ്പൊ ഇവിടെ എല്ലാം സൂചിപ്പിച്ചു. ഇപ്പൊ ഒരു കാരണവശാലും ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രം എന്ന വാദമില്ലാതെ അവർ നിൽക്കാന്ന് പറയുന്നത് അത് പാർട്ടിക്കുള്ളിൽ തന്നെ കൃത്യമായ നിർദ്ദേശം കൊടുത്തതിന് ശേഷമായിരിക്കും ഇങ്ങനെ നിലപാട് പ്രഖ്യാപിച്ചത്. കാരണം ഇത് നരേന്ദ്രമോദി ഭരിക്കുന്ന രാജ്യമാണ്, ഇത് BJP ഭരിക്കുന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരം വാദങ്ങളുമായി മുമ്പോട്ട് പോയാൽ എന്താവും അവസ്ഥ എന്നുള്ളത് കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ ഈ നിലപാട് മാറ്റം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതെ.